ശ്രീ സനോജ്, ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം കൂടി നമ്മൾ കണക്കാക്കേണ്ടതില്ലേ? അതോടൊപ്പം ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ആ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കും ഇത്രയും വലിയ പാക്കേജുകൾ അനുവദിച്ചിട്ടുണ്ടാകുക. തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയ തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ബീഹാർ ആന്ധ്ര പാക്കേജുകൾ, അതുപോലെ തന്നെ ഈസ്റ്റേൺ ബെൽറ്റിന് ഒരു പൂർവോദയ പദ്ധതി ഇപ്പോൾ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും പിന്നെ അവിടുത്തെ പരമ്പരാഗത മേഖലയുടെ വികസനവും, അതായത് ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, അതിൽ ആന്ധ്രയെ കൂടെ ചേർത്തിരിക്കുന്നു. പിന്നെ ആ മേഖലയുടെ മൊത്തത്തിലുള്ള വികസനം എന്നാണ് പറയുന്നത്. ഒരുപാട് തൊഴിൽ മേഖല, അതായത് പരമ്പരാഗത മേഖലയുടെ തൊഴിൽ സാഹചര്യങ്ങൾ വളരെ മോശം സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനങ്ങളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവോദയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രളയക്കെടുതി എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അസമിലെയും ബീഹാറിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് പ്രളയക്കെടുതിയുടെ പരിഹാരവുമായി ബന്ധപ്പെട്ട് തന്നെ 11,500 കോടി രൂപ അതിന് മാത്രമായിട്ട് ബീഹാറിന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 26,000 കോടി രൂപയുടെ പാക്കേജ് ബീഹാറിന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അമരാവതിയിലെ ഒരു തലസ്ഥാനത്തിന് വേണ്ടി മാത്രം 15,000 കോടി പ്രഖ്യാപിക്കുന്നു ആന്ധ്രയിൽ. പക്ഷേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, BJP ഫോക്കസ് ചെയ്യുന്ന 4 സംസ്ഥാനങ്ങൾ, പ്രധാനമായിട്ടും ബീഹാർ, ആന്ധ്ര എന്നുള്ളത് അവരുടെ സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക് JDUവിനെയും TDPയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്കത് ചെയ്തേ പറ്റൂ. ഒപ്പം തന്നെ അവർ രാഷ്ട്രീയമായി ഫോക്കസ് ചെയ്യുന്ന ഒഡീഷയും ഇപ്പോൾ ഈ ബിജു ജനതാദളുമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുകയും അതേസമയം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നവീൻ പട്നായിക് കൂടെ നിർത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും കൂടെ ഒഡീഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആ മേഖലയുടെ കൂടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനം എന്നുള്ള നിലയ്ക്ക് ഈ പദ്ധതികൾ വരുന്നു. ഒപ്പം തന്നെ ജാർഖണ്ഡ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഫോക്കസ് ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ടാണ് പൂർവോദയ പദ്ധതി അവിടേക്ക് വന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ടെമ്പിൾ കോറിഡോർ പ്രോജക്റ്റുകൾ വരുന്നു. ഇപ്പോൾ കാശിയിൽ നിന്ന് ബീഹാറിലേക്ക് രാജ്ഗീർ എന്ന് പറയുന്ന ആ മേഖലയുടെ, അതായത് ബീഹാർ ടൂറിസം സർക്യൂട്ടിൽ കാര്യമായി കടന്നു വരുന്നത് ഒരു ബഡ്ജറ്റായിരിക്കും. കാരണം നേരത്തെ ബീഹാറിൻ്റെ ഈ പറയുന്ന ബോധ്ഗയ മാത്രമാണ് ഏതെങ്കിലും പദ്ധതികളുടെ ഭാഗമായിട്ട് നിന്നിരുന്നത്. ഇപ്പോൾ പകരം അവർ ഗയയിലെ മറ്റേ നേരത്തെ നളന്ദയിലേക്കും പോയിട്ടുണ്ട്. അതെ, നളന്ദ പോകുന്നു. അത് ഒരു ലേണിംഗ്, അവരുടെ ഒരു ഹബ്ബ് എന്നുള്ള രീതിയിൽ പഴയ ഒരു ടൂറിസം സർക്യൂട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ബോധ്ഗയെ കണക്ട് ചെയ്തുകൊണ്ട് വാരണാസിയിൽ നിന്നുള്ള ഒരു ടെമ്പിൾ കോറിഡോർ പ്രോജക്റ്റ് വരുന്നു. ഇതെല്ലാം വേറെ തരത്തിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് വ്യത്യസ്തമായി തോന്നിയത്, എന്തായാലും ഇത് ജനപ്രിയ ബഡ്ജറ്റായിരിക്കും എന്നുള്ളത് വളരെ ഉറപ്പായിരുന്നു. കാരണം അത്തരത്തിലുള്ള രാഷ്ട്രീയ തിരിച്ചടികൾ അവർക്കുണ്ടായി. പ്രത്യേകിച്ച് കാർഷിക മേഖല. ഇപ്പം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ കൊണ്ട് കേന്ദ്രത്തിൽ കൃഷിമന്ത്രിയാക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒരാളെ അതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഈ ഇത്തരം ഒരു കൃത്യമായ രാഷ്ട്രീയ നയം ഈ കർഷകരെ പരിഗണിക്കുമ്പോൾ ഹരിയാനയെയും പഞ്ചാബിനെയൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ടാവില്ലേ? പക്ഷേ ഈ പദ്ധതികൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ വന്നത് പ്രകാരം നോക്കിയാൽ അതിനകത്തൊരു പ്രത്യേകത മനസ്സിലാവും. അതായത് കർഷക മാർച്ച് നടന്ന മേഖലകൾ എന്നുള്ളത് വോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടി ഉണ്ടാക്കിയ മേഖലകളാണ്. ഈ മേഖലകളിൽ പക്ഷേ ഈ നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രകാരം ഹരിയാന, പഞ്ചാബ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ കർഷകർ വലിയ പ്രക്ഷോഭത്തിലായിരുന്ന മേഖലകൾക്ക് കാര്യമായ പരിഗണന ഉണ്ടോയെന്ന് സംശയമുണ്ട്. പക്ഷേ പൊതുവായ കാർഷിക പാക്കേജുകൾ അവരെയും കൂടെ സ്വാഭാവികമായിട്ട് അവർക്കും കൂടെ ഗുണം ചെയ്യുന്നതായിരിക്കും.